ഓം തേജോസി തേജോമൈഥേഹി, അവിടുത്തെ ദിവ്യ ചൈതന്യം എന്നിലേക്ക് നൽകിയാലും. ഓം തേജോസി തേജോമൈഥേഹി വീര്യമസി വീര്യം മൈഥേഹി, എല്ലാറ്റിനെയും ജയിക്കാനുള്ള സാമർഥ്യം, കഴിവ് അവിടുത്തേക്കുണ്ട്. അങ്ങനെയുള്ള അവിടുത്തെ ആ അനുഗ്രഹം കൊണ്ട് ആ തേജസ് എന്നിലേക്ക് പ്രസരിപ്പിച്ചാൽ, എന്തെന്നാൽ രാഗദ്വേഷാദികളാകുന്ന ശത്രുക്കളുടെ പിടിയിൽപ്പെട്ട് വലയുന്നതായ എനിക്ക് അവരെ ജയിക്കുന്നതിന് ആ തേജസ്സിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തേജോസി തേജോ മൈഥേഹി വീര്യമസി വീര്യം മൈഥേഹി ബലമസി ബലം മൈഥേഹി, എന്റെ ശരീരത്തെയും മനസ്സിനെയും ഈശ്വര സാധനയിലേക്ക് തിരിക്കുന്നതിനുള്ള ശക്തി അവിടുന്ന് എനിക്ക് നൽകണം. കാരണം അവിടുന്ന് സർവ്വ ശക്തിയുടെയും ഉറവിടമാണ്. ബലമസി ബലം മൈഥേഹി, ഊർജം. ഈ ലോകത്തിലുള്ള സർവ്വ ഊർജവും അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഊർജം എന്നിലേക്ക് തരണം. എന്നിൽ നിരന്തരം അവിടുന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കണം. ഓജോസ്യോജോ മൈഥേഹി മന്യുരസി മന്യും മൈഥേഹി, ലോകത്തിൽ ധർമ്മം അധർമ്മം എന്നിങ്ങനെ രണ്ടു കൂട്ടർക്കുണ്ട്. അതിൽ അധർമ്മം തിന്മയെ ഇല്ലാതാക്കി തിന്മയോട് കോപവും നന്മയോട് സ്നേഹവും ഉണ്ടായിരിക്കുക സർവ്വസാധാരണമാണ്, അവിടുത്തേക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും തിന്മയോട് ദ്വേഷം വിരോധം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ആ മന്യു എന്ന് വെച്ചാൽ ഈ തിന്മയെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള കോപം എനിക്കുണ്ടാകണം. എന്ന് വെച്ചാൽ ഒരാൾ തെറ്റ് ചെയ്താൽ, നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അത് സാരമില്ല, അത് ശരിയാ, നമ്മളാളൊക്കെ ചെയ്തത് എന്നൊരു ബുദ്ധി വരരുത്. മുഖം നോക്കാതെ തെറ്റിനെ തെറ്റം തന്നെ കാണാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. മന്യുരസി മന്യും മഹിഥേഹി സഹോസി സഹോമൈഥേഹി, അതുപോലെ തന്നെ എല്ലാറ്റിനെയും സഹിക്കാനുള്ള ഒരു കഴിവും നമുക്കുണ്ടായിരിക്കണം. ഈശ്വരൻ എല്ലാറ്റിനെയും സഹിച്ച് ക്ഷമിച്ചിരിക്കുക. ഈശ്വരൻ എപ്പോഴും തുല്യ നിലയാണുള്ളത്. ഈശ്വരന് ഒരാളോട് സ്നേഹവും ഒരാളോട് വിരോധവും ഇല്ല. ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെയും ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെയും അനുസരിച്ചുള്ള ഫലമേ ഈശ്വരൻ കൊടുക്കുന്നുള്ളൂ. ചില ആളുകൾ പറയാറുണ്ട്, കുറെ ആളുകളെ ഈശ്വരൻ സുഖിപ്പിക്കുന്നു, കുറെ ആളുകളെ ദുഃഖിപ്പിക്കുന്നു, കുറെ ആളുകളെ ഉദാസീനന്മാരാക്കി തീർക്കുന്നു. അതൊന്നും ഈശ്വരനല്ല. അവനവൻ വൈഷമ്യ നൈർകൃണ്യ എന്ന സാപേക്ഷത്വ തഥാഹി ദർശയതി എന്ന് ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയും. വൈഷമ്യ നൈർകൃണ്യ എന്ന ഈശ്വരന് വിഷമസൃഷ്ടിയോ കാരുണ്യമില്ലാതിരിക്കുന്ന അവസ്ഥയോ ഇല്ല. പിന്നെ ലോകത്തിൽ ഈ കാണുന്നത് എന്താണ്? ചിലര് ജന്മന രോഗികളായിത്തീരുന്നു, ചിലര് ജന്മന ഭോഗികളായിത്തീരുന്നു, ചിലര് അരോഗദൃഢഗാത്രന്മാരായിത്തീരുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസം കാണുന്നത് ഈശ്വരന്റെ സൃഷ്ടി കൊണ്ടല്ലയോ എന്ന് ചോദിച്ചാലല്ല. ഓരോരുത്തരും അവനവൻ്റെതായ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ജനിക്കുന്നത്. ഈ പറഞ്ഞ ദോഷം ഉണ്ടാകുമായിരുന്നു. ഇല്ലാത്ത ഒരു കാലത്ത് ദൈവം അങ്ങോട്ടൊരു പുതിയ സൃഷ്ടി അങ്ങ് നടത്തി. അങ്ങനെ സൃഷ്ടി നടത്തിയിട്ട് ഇവൻ നല്ലവൻ, ഇവൻ ചീത്ത, ഇവൻ കൊള്ളരുതാത്തവൻ എന്നും പറഞ്ഞ് സൃഷ്ടിച്ചിരുന്ന തിരക്കേടില്ലായിരുന്നു. സൃഷ്ടി അനാദിയാണ്. അപ്പോൾ അനാദി എന്ന് വെച്ചാൽ ഒരു ജീവൻ എന്ന് പറഞ്ഞപ്പോൾ കർമ്മത്തോടും ഉപാധിയോടും ചൈതന്യത്തോടും ചേർന്നതാണ് ജീവൻ. അപ്പൊ അനാദിയായ ഈ സൃഷ്ടി ഇങ്ങനെ നടക്കുന്നു. അതിന്റെ അനാദി എന്ന് പറഞ്ഞാൽ ആദി കണ്ടുപിടിക്കാൻ പാടില്ല. നമ്മള് അണ്ടി മൂത്തോ മാവ് മൂത്തോ എന്നൊരാൾ ചോദിക്കുക, ഒരു മാങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ മാവാണോ മൂത്തത്, അതിന്റെ അണ്ടിയാണോ? മാങ്ങാണ്ടി ഇല്ലാതെ മാവ് ഉണ്ടാകില്ല, മാവില്ലാതെ മാങ്ങാണ്ടി ഉണ്ടാകില്ല. ഈ വാദഗതി അങ്ങോട്ട് പോയിട്ട് പറയുന്നത് അനാദിയാണ്. ഇത് രണ്ടും അനാദിയായിട്ടുള്ളതാണ്. അതിന്റെ ആദി കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതുപോലെ ലോകത്തിലെ പല സാധനങ്ങളും എല്ലാ ശാസ്ത്രജ്ഞന്മാരും, നവീനന്മാരും പ്രാചീനന്മാരും പൗരസ്ഥരും പാശ്ചാത്യരുമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പോലും ലോകത്തിലെ മൂലകങ്ങൾ അല്ലെങ്കിൽ തന്മാത്ര വസ്തുക്കളെയെല്ലാം അവസാനം കൊണ്ടെന്ന് സങ്കല്പിച്ച്, അനാദി എന്ന് സങ്കല്പിച്ച് നമുക്ക് വ്യവഹാരം തുടങ്ങിയുള്ളൂ. അതുപോലെ ജീവനും കർമ്മവും ഇത് രണ്ടും അനാദിയാണ്.
അതുകൊണ്ട് ഓരോ ജീവനും ജനിക്കുന്നത് കർമ്മത്തിനനുസരിച്ചാണ്. കർമ്മകർത്താവ് ജീവനും കർമ്മഫലത്തെ കൊടുക്കുന്നത് ഈശ്വരനുമാണ്. നാം നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല ഫലം നമുക്ക് കിട്ടും, ചീത്ത പ്രവൃത്തി ചെയ്താൽ ചീത്ത ഫലം കിട്ടും. ഇതാണ് കർമ്മയോഗത്തിന്റെ രഹസ്യം തന്നെ. ഒരാളെ കൃതഹാനി ആകൃതാഭ്യാഗമം എന്ന് കർമ്മത്തിന് 2 ദോഷം വരാൻ പാടില്ല. കൃതഹാനി, ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിക്ക് ഫലം ഇല്ലാതിരിക്കുക, അത് തെറ്റാണ്. അതുപോലെ തന്നെ ആകൃതാഭ്യാഗമം, ചെയ്യാത്ത നിരപരാധിയിൽ ദോഷം വന്നു ചേരുക, ഇത് രണ്ടും ലോകത്തിൽ വളരെ തെറ്റായ കാര്യങ്ങളാണ്. ആ നിലയിൽ ഒരു മനുഷ്യൻ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ നന്മ അയാൾക്കുണ്ടാകണം, അത് വേറൊരാൾക്കുണ്ടാകാൻ പാടില്ല. ചെയ്യാത്ത ഒരാളിൽ ചെയ്ത ഫലവും വരാൻ പാടില്ല. അങ്ങനെ വൈഷമ്യവും നൈർഘണ്യവും ഉണ്ടാക്കുകയാണെങ്കിൽ ആ വൈഷമ്യം വിഷമസൃഷ്ടിയും കാരുണ്യമില്ലായ്മയും ഈശ്വരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഈശ്വരൻ അല്ലാതെ പക്ഷപാതം ഉള്ള ആളായിത്തീരും. ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും ഇന്നത്തെ മന്ത്രിമാരെ പറ്റിയൊക്കെ ലോകർ പറയാറില്ലേ, പക്ഷപാതമുള്ളവരാണ്, ശുപാർശ കേൾക്കുന്നവരാണ്. അങ്ങനൊന്നും ഈശ്വരൻ കേൾക്കുക. ഈശ്വരനെ സ്തുതിക്കുന്നുമൊക്കെ ചെയ്യുന്നു നമ്മുടെ സംതൃപ്തിക്കാണ്. ഓരോ വ്യക്തിയും അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിക്കും. ആ ഫലം കൊടുക്കുക എന്നുള്ളതാണ് ഈശ്വരീയമായ മുഖ്യമായ നിയമം. അപ്പോൾ ഒരാൾ ചോദിക്കും, ഒരാൾ ഈ ജീവിതത്തിൽ നല്ല പ്രവൃത്തി എപ്പോഴും ചെയ്തുകൊണ്ടായിരിക്കും, അയാൾ ദുഃഖിക്കുന്നു. ചീത്ത പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഏറ്റവും നന്നാകും. ഇതാണ് സാധാരണക്കാരൻ്റെ ഒരു ചോദ്യം. ഇപ്പൊ ഈ നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലല്ലോ, എന്ത് ചെയ്തു എന്നുള്ളത്. ഫലം അനുഭവിക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. എന്നിട്ട് കാത്തുകൊള്ളു. ചിലര് നന്മ ചെയ്യുന്നു, ചിലർ തിന്മ ചെയ്യുന്നു, ചിലര് ഇത് രണ്ടും ഇല്ലാതെ ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ പറയും. നല്ല അത് പ്രവൃത്തി ചെയ്യുന്ന ആളെപ്പോഴും ദുഃഖിക്കുന്നു, തിന്മ ചെയ്യുന്ന ആളുകൾ വളരെ സുഖിക്കുന്നു. ഇതിനെന്താ കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ 2 ദിവസത്തെ പ്രവൃത്തി കണ്ടിട്ടായി തീരുമാനിക്കുന്നത്. ജീവന് അനാദികാലം മുതൽ കർമ്മത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കർമ്മത്തിന് കർമ്മകാലം ഫലകാലം ഇങ്ങനെ 2 കാലങ്ങളുണ്ട്. നമ്മളെപ്പോഴും ആ വിഷയം അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മകാലം ഫലകാലം എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ ഫലകാലത്തിന് തന്നെ താൽക്കാലിക ഫലമെന്നും ദീർഘഫലമെന്നും 2 ഉണ്ട്. ഞാനിപ്പോൾ ഒരു മരുന്ന് സേവിക്കുന്നു, എനിക്കൊരു ചൊറിയുണ്ട്, അതിന് മരുന്ന് സേവിക്കുന്നു. തിക്രകം നെയ്യാണ് സേവിക്കുന്നത്. അപ്പോൾ തിക്രകം നെയ്യ് വായുവിലോട്ട് ഇട്ട് കഴിഞ്ഞ ഉടനെ ആ രുചിയാണ് അതിനുണ്ടാകുന്നത്. രുചി ഉണ്ടാകുകയില്ല, തിക്രകം എന്തിയോ. അപ്പോൾ അത്ര ഇഷ്ടമാകുന്നില്ല, അതങ്ങ് ഇറക്കും. ഇറക്കി കഴിയുന്ന അവസരത്തിൽ തൽക്കാലം ഒരു മനസ്സിനും ആമാശയത്തിനും പക്വാശയത്തിനും ഒക്കെ ഒരു ഇത് വരും. പക്ഷെ അതിൻ്റെ ഫലം വരണമെങ്കിൽ അത് ആ സാധനം പിന്നെ കിട്ടം, രക്തം, സത്വം എന്ന് 3ആയിട്ട് പരിണമിക്കണം. ഓരോ വസ്തുവിനും 3 അംശങ്ങളുണ്ട്. അത് താമസാംശം, രാജസാംശം, സാത്വികാംശം എന്ന് പറയും. ഏതെങ്കിലും ആഹാരമോ ഭക്ഷണമോ മരുന്നോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ താമസാംശമാണ് കിട്ടമായിട്ട് പോകുന്നത്. കിട്ടം മലം, അതാണ് മലമായിട്ട് പരിണമിക്കും. മറ്റതിൻ്റെ രാജസാംശം രക്തം ആയിട്ട് പരിണമിക്കും. സാത്വികാംശമാണ് സത്വമായി ബുദ്ധിയെ വികസിപ്പിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകില്ല, കുറച്ച് കാലം കൊണ്ടേ അത് പക്വതയെ പ്രാപിക്കും. വിശപ്പ് നമുക്ക് ധാരാളം ഉണ്ട്. വിശന്ന് ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ ഉണ്ണാനിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടാനും വിഭവങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ താൽക്കാലികമായ ഒരു ഫലം, അതെന്താണ്? രുചി. ഇതാണ് താൽക്കാലികമായ ഫലം. സാമ്പാറിന് ശകലം കൂടെ എരി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു, പുളി കുറഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടത് അറിയില്ല. ഊട് കഴിയുന്ന അവസരത്തിൽ വിശപ്പ് മാറി ഒരു ഏമ്പക്കോ പുട്ടും മറഞ്ഞു എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഫലമാണ്. ഇത് 2 മുഖ്യഫലമല്ല, അതുകൂടെ മനസ്സിലാക്കണം. മുഖ്യഫലം എന്താണ്? അവിടെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുക. അപ്പോൾ അത് ആമാശയത്തിൽ ചെന്ന് പക്വാശയത്തിൽ ചെന്ന് രസരക്തങ്ങളായി തീർന്ന് ശരീരത്തെ ആരോഗ്യം ഉണ്ടാക്കുമ്പോഴാണ് ആഹാരത്തിൻ്റെ ഫലം അറിയുന്നത്. അപ്പോൾ അതിനു മുൻപ് നടന്ന ക്ഷണികങ്ങളായ ഫലങ്ങൾ വെച്ചുകൊണ്ട് ആഹാരത്തിൻ്റെ ഫലം രുചിയാണെന്നും ആഹാരത്തിൻ്റെ ഫലം വിശപ്പടങ്ങുകയാണെന്നും നമ്മൾ ധരിക്കും.
പക്ഷേ ആഹാരത്തിൻ്റെ മുഖ്യഫലം ജീവനെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ആയുസ്സിനെയും ദീർഘിപ്പിക്കുകയാണ് അതിൻ്റെ മുഖ്യഫലം. ആ ഫലം ഉണ്ടാകണേ കുറച്ച് ദിവസം, കുറച്ച് നാൾ വേണം. ഇതുപോലെ നാം ഓരോ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നു. പ്രവൃത്തികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു പശു രാവിലെ മുതൽ വൈകുന്നേരം വരെ പുല്ല് തിന്നുന്നു എന്ന് വിചാരിക്കുക. പുല്ല് കിട്ടുന്ന അങ്ങ് തിന്നുന്നു, അത് കടിക്കുന്നു, ഇറക്കുന്നു. പക്ഷെ കുറച്ച് സമയത്ത് അവിടെ ചെന്നിട്ട് അത് പിന്നെ ഒരു തണലിലോ കിടന്നോ ഇരുന്നോ പതുക്കെ പിന്നെ അയവറക്കും. നമ്മൾ കാണാം അയവറക്കുന്നത് ഓരോ കഷണങ്ങളും ഇങ്ങോട്ട് എടുത്ത് നമ്മുടെ വലിയ പൂപ്പന്മാര് മുറുക്കാൻ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുന്ന പോലെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പശുക്കളെല്ലാം ഇങ്ങനെ ചവച്ച ഏതാണ്ടൊരു സംതൃപ്തിയോടുകൂടെ ഒരു ജാഗ്രതത്തിന്റെ സ്വപ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ണു അടച്ചിരുന്ന് ചവച്ച് ഇറക്കുന്നതാണ്. അങ്ങനെ ഇറക്കി കുറെ കഴിയുമ്പോഴാണ് അത് രക്തരസമാംസാദികളായി ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത്. അല്ലാതെ അങ്ങോട്ട് തിന്നുന്ന ഉടനെ അങ്ങ് ആകുകയല്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ കർമ്മങ്ങളും കർമ്മകാലം ഫലകാലമുണ്ട്. ആ ഫലകാലം വരണമെങ്കിൽ കുറെ കാലം വരണം. അത് കർമ്മശാസ്ത്രത്തിൽ പറയും. പിന്നെ 15 ജന്മവും മറ്റും ഭരിക്കാത്ത കർമ്മങ്ങളുണ്ട്. അതാണ് അതിന് മുമ്പുള്ള കർമ്മങ്ങളൊക്കെ ഭരിക്കുക. ഇപ്പോൾ ഒരാൾ പുണ്യവും പാപവും ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഒരാൾ വലിയ യാഗം കഴിച്ചാൽ ആ യാഗത്തിന്റെ ഫലമായിട്ട് 12 കൊല്ലമായിട്ട് നരകം അനുഭവിക്കുമെന്ന് പറയും. നരകം വെച്ചാൽ ദുഃഖം. പുണ്യവും പാപവും കൂടുതലുണ്ടെങ്കിൽ പുണ്യവും പാപവും ഒരാൾ ചെയ്യുന്നുവെങ്കിൽ കുറഞ്ഞതേതോ അതാണ് ആദ്യം അനുഭവിക്കുന്നത്. അപ്പൊ തനി പുണ്യം ചെയ്യാൻ ഒരുത്തർക്ക് സാധ്യമല്ല, തനി പാപം ചെയ്യാനും ആർക്കും സാധ്യമല്ല. പിന്നെ പാപികൾ പോലും ആ പാപപ്രവൃത്തിയുടെ ഫലമായിട്ട് ചില പുണ്യമൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ പുണ്യവാന്മാർ പാപവും ചെയ്യും. ഒരാളുടെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ഫലത്തെ വെച്ചുകൊണ്ട് അയാൾ ഭാഗ്യവാനാണെന്ന് തീരുമാനിക്കാനൊക്കെ. അതുപോലെ എന്താ കാരണം? നമ്മൾ നോക്കുന്നതായ അവസരത്തിൽ ചില ആളുകൾ ലൗകിക ഭോഗങ്ങളൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി നമ്മളെക്കാൾ ഭംഗിയായിട്ട് ഒക്കെ അനുഭവിക്കുന്നു. ഇതനുഭവിച്ച് കഴിയുന്ന അവസരത്തിൽ നമ്മൾ വിചാരിക്കും, സാധാരണക്കാരൻ പട്ടിണിപ്പാവമായ ഒരാൾ വിചാരിക്കും അവൻ ഭാഗ്യവാൻ. അവൻ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റു, അനേക തരത്തിലുള്ള പലഹാരങ്ങൾ കഴിച്ചു, വീഞ്ഞ് കഴിച്ചു, മദ്യം കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു. ഇതെല്ലാം അങ്ങോട്ട് കാണുമ്പോൾ ഈ കപ്പയും പിന്നെ കട്ടൻ കാപ്പിയുള്ളൂ കാര്യങ്ങളും കഴിച്ചാൽ ഇവൻ തന്നെ ഭാഗ്യവാൻ, ഇവൻ തന്നെ സ്വർഗവാസി എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചിരിക്കും. എന്നാൽ മുമ്പ് രാവിലെ എഴുന്നേറ്റ് ബഡ് കാപ്പിയായിട്ട് ബ്രാൻഡി ആയിരിക്കും കഴിച്ചത്. അയാൾ ഇങ്ങനെ ഇരുന്നിരുന്ന അയാൾ വല്ല ഡാക്ടറുടെ അടുക്കലും മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുക്കലും ചെല്ലുന്ന അവസരത്തിൽ അയാൾ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഡാക്ടറെ ഉറങ്ങിയിട്ട് 6 മാസമായി, മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല, ആകെപ്പാടെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മദ്യം ഉപയോഗിക്കുന്നത്. ഞാൻ ഗുളിയെ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിന് സുഖത്തിന് വേണ്ടി. എന്നിട്ടും യാതൊരു സ്വസ്ഥതയുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ആഹാരമൊക്കെ ഡാക്ടർ പറയുന്നത് പോലാണ്, എന്നാൽ എനിക്കില്ലാത്ത രോഗം വ്യാപം. അതായത് അയാളുടെ വീട്ടിലാണെങ്കിൽ അയാളും അയാളുടെ ഭാര്യയും മക്കളുമായിട്ട് സ്വസ്ഥതയില്ല. അപ്പോൾ 7 നില മാളികയിലാണ് കിടക്കുന്നതെങ്കിലും അയാൾ പിന്നെ ജാഗരക്ലിഷ്ടനായ അസ്വസ്ഥചിത്തനായിട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്ന് മറിയുക ചെയ്യുന്നത്. അപ്പോൾ പാവം പിടിച്ച ആ കട്ടക്കാപ്പി കുടിച്ചവനുണ്ടല്ലോ, അവൻ വൈകിട്ട് ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവൻ്റെ ജോലിയും ചെയ്ത് ചുരുണ്ടുകൂടി വലിയ മെത്ത ഒന്ന് വിരലിൽ ചുരുണ്ടുകൂടി എഴുതിയതോ കിടന്നവർ ഉറക്കമങ്ങ് ഉറങ്ങിയാൽ നേരം വെളുക്കുന്നിടം വരെ സുഖമായിട്ട് ഉറങ്ങും. എന്നിട്ട് പിന്നെ അവൻ ചെയ്യുക. വാസ്തവത്തിൽ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ സുഖമാർക്കാം. പക്ഷേ നമ്മളത് അറിയുന്നില്ല. ഈ അവനവൻ്റെ സുഖത്തെപ്പറ്റി അവനവന് പുച്ഛവും നമുക്കറിയാൻ പാടില്ലാത്തവൻ്റെ സുഖത്തെപ്പറ്റി സംതൃപ്തിയും വെച്ചുകൊണ്ടായി അവൻ വളരെ സുഖിക്കുന്നു, ഞാൻ വളരെ ദുഃഖിക്കുന്നു എന്നീ പറയുന്ന ആളുകൾ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മാനദണ്ഡം നോക്കേണ്ടത് അവൻ്റെ മനസ്സിൻ്റെ ശാന്തിയെ ആശ്രയിച്ചാണ്. അല്ലാതെ തിന്നുന്ന സാധനത്തെ ഉദ്ദേശിച്ചോ പിന്നെ ബഹുമാനിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചോ അല്ല. അതെപ്പോഴും നമ്മൾ ആലോചിക്കണം. അപ്പോൾ സുഖവും ദുഃഖവും കർമ്മത്തിൻ്റെ ഫലമാണ്. ഓരോരോ കർമ്മവും അറിഞ്ഞായാലും അറിയാതായാലും ആ കർമ്മം ഭരിക്കും. ഇപ്പോൾ തന്നെ ഈ ആടിച്ചോടിയോണ്ട് ഈ കെട്ടിടത്തിൽ യാതൊരു പുല്ലുമില്ല, തൂത്തൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അടിക്ക് യാതൊന്നുമില്ല, ചുറ്റുപാടും പുല്ലുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്ന് മാറ്റി ഇവിടുന്ന് കിടച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം ധാരാളം ചെടികൾ മുളച്ചിങ്ങനെ വന്നു വരുന്നത് കാണാം. അനേക തരത്തിലുള്ള പുല്ലുകൾ
അപ്പോൾ എന്താ അതിന് കാരണം? ഇതിൻ്റെ അടിക്ക് ഈ ബീജം ഉണ്ടായത്, ഇത് മെഴുകിയ കൊണ്ടത് വളരാനുള്ള സൗകര്യം നമുക്ക് കിട്ടിയില്ല, അതിന് കിട്ടിയില്ല. എപ്പോഴാണോ അതിനുള്ള സൗകര്യം ഉണ്ടാകുന്നത് അപ്പോൾ അത് വളർന്നു വരും. ഇതുപോലെ നമ്മളുടെ കഴിഞ്ഞ ജന്മത്തെയും അതിനു മുൻപ് ഉള്ള ജന്മത്തെയും കർമ്മഫലങ്ങൾ, കർമ്മത്തിൻ്റെ ബീജങ്ങൾ, ഫലിക്കാത്ത കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് സൂക്ഷ്മശരീരത്തെയും കാരണശരീരത്തെയും ആശ്രയിച്ചിരിപ്പുണ്ട്. അത് വികസിക്കാനുള്ള ചുറ്റുപാടില്ലെന്ന് ഇല്ലാതിരിക്കുക. അത് വികസിക്കണമെന്നുള്ള ചുറ്റുപാട് വരുന്ന അവസരത്തിൽ അത് വികസിക്കും. അതുകൊണ്ട് കർമ്മം അനാദിയാണ്. അത് ഫലോന്മുഖതയെ പ്രാപിക്കാൻ കുറെ കാലം വേണം. ഒരാളുടെ ഈ ജന്മത്തെ വലിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പാപപ്രവൃത്തി ചെയ്തിട്ടുള്ളവൻ സുഖിക്കുന്നുവെന്നും പുണ്യപ്രവൃത്തി ചെയ്തിട്ടുള്ളവൻ ദുഃഖിക്കുന്നുവെന്നും നമ്മൾ വിലപിക്കുന്ന തെറ്റാണ്. കർമ്മത്തിൻ്റെ ഫലം കണ്ടുകൊണ്ട്, ക്ഷണികമായ ഒരു ഫലം വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ തീരുമാനിക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളിനെ അയാൾ മിക്കവാറും നമ്മുടെ കേരളത്തിലൊക്കെ ഒരു 4 മണിക്കാണ് തൂക്കിക്കൊല്ലുന്നത്. വെളുപ്പിന് 3-നും 4-നും ഇടയ്ക്കായിരിക്കും മിക്കവാറും തൂക്കിക്കൊല്ലുന്നത്. അപ്പോൾ തലേ ദിവസം വിഭവസമർത്ഥമായ സദ്യ കൊടുക്കും. അവന് ഇഷ്ടമായിട്ടുള്ള എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കും. ഒരാഴ്ച മുമ്പ് തന്നെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ ജയിലിൽ ഇങ്ങനെ ബോർഡൊക്കെ എഴുതും. അങ്ങനൊക്കെ ഉണ്ട്. അപ്പോൾ തലേ ദിവസത്തെ യാദൃശ്യമായിട്ട് ഒരാളത് തെണ്ടി ഈ തൂക്കിക്കൊല്ലുന്ന അവൻ്റെ സദ്യ ഇരുന്ന് പങ്കുകൊണ്ടുവന്നിരിക്കുക ജയിലിൽ. അവിടെയൊക്കെ അവന് ഇഷ്ടം പോലുള്ള അടപ്രവനും ഒക്കെ ഉണ്ട്. പക്ഷേ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരിൽ പലരും ഇതൊക്കെ പറഞ്ഞാലും അവന് വായിൽ കൂടി ഇറക്കാൻ സാധിക്കില്ല. അപൂർവം ചില ഇത് കഴിക്കാറുണ്ട്. ഉടനെ തൂക്കിക്കൊല്ലാൻ തുടങ്ങുന്ന ആ ആളിൻ്റെ ഈ സദ്യയൊക്കെ കണ്ടിട്ട് വയറിനും കൊതിയനുമായ ഒരു തെണ്ടി പറയാ, എത്ര നന്നായിരുന്നു, ഇങ്ങനെ വേണം. കാരണം അവൻ്റെ അമ്മായിയച്ഛനെ കുത്തിക്കൊന്നതാണ്. എന്നാലും ദിവസവും അടപ്രഹവൻ കൂട്ടിയാണ് അവന് ചോറ്. കാരണം അങ്ങോട്ട് പോയ അവസരത്തിൽ അവനെ പിറ്റേ ദിവസം തൂക്കിക്കൊല്ലുമെന്നും ഈ ചോറ് പിന്നെ അവനിന്ന് കിട്ടി ദിവസവും ഇങ്ങനെ കിട്ടുമെന്നാണ് വിചാരം. ഇത് കണ്ടുകൊണ്ട് മറ്റേയാൾ പറയാം ഇങ്ങനെ തന്നെ വേണം. അവൻ്റെ അമ്മായിയച്ഛനെ കുത്തിക്കൊന്നതാണ്, അവനാകപ്പാടെ ഇങ്ങനൊക്കെ വന്നു. എന്നാലും ഇയാൾ പറയുകയാണ്, ഞാനെപ്പോഴും നാമം ജപിച്ച് ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു സ്വസ്ഥതയില്ല, വിശപ്പടങ്ങുന്നില്ല. അവനോ ഒരാളെ കുത്തിക്കൊന്നവനാണ്, അവരുടെ അടപ്പുറന്നവനുണ്ട്, അവന് സുഖമുണ്ട് എന്ന് പറയുന്നത് പോലെ പിറ്റേ ദിവസം അവൻ്റെ കഥ കഴിയുക. ഇവൻ എന്തെല്ലാം കൊടുത്തു കഴിഞ്ഞാലും വായിലിട്ടാൽ അതിന് രുചിയില്ല, യാതൊന്നുമില്ല. മറ്റവനോ എത്ര ഭംഗിയായിട്ട് കഴിച്ചു. ഇതുകൊണ്ട് ഒരാളുടെ നടത്തയും ഇരുത്തവും അയാളുടെ മറ്റേതും വെച്ചുകൊണ്ട് അയാൾക്ക് സുഖമുണ്ടെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. സുഖമെന്ന് പറയുന്നത് മനഃശാന്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലാതെ സുഖമില്ല. ആ നിലയിൽ ഈശ്വരൻ കുറെ പേരെ സുഖിപ്പിച്ചു എന്നും കുറെ പേരെ ദുഃഖിപ്പിച്ചു എന്നും വിചാരിച്ച് ഈശ്വരനിൽ ആരോപിച്ചിട്ട് ഈശ്വരനെ പഴിക്കരുത്. അനാദിയായി ജീവനെന്നൊരു ജീവനുണ്ട്, പദാർത്ഥമുണ്ട്, ഈശ്വരനുണ്ട്, കർമ്മമുണ്ട്. ഈ ഓരോ ജീവന്റെ ഈ കർമ്മത്തിനനുസരിച്ച് ഫലം കിട്ടും. പക്ഷേ ഈ കർമ്മത്തിനനുസരിച്ച് ഫലം കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ടെന്ന് അനുഭവിച്ചങ്ങ് തീർന്നു കളയാവുന്നല്ല. ഇതിന് ചില പ്രായശ്ചിത്തങ്ങളൊക്കെ വിധിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൽ. അപ്പോൾ കർമ്മങ്ങളെ സാമാന്യമായിട്ട് നമുക്ക് കുറച്ച് ശക്തി കുറയ്ക്കാം. ഈശ്വരോപാസന മുതലായത് ചെയ്യുന്നതായ അവസരത്തിൽ അതിന് കുറേയൊക്കെ ശക്തി കുറയും. അതുപോലെ തന്നെ ഭാവിയിൽ ഇന്നലത്തെ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് നമ്മെ ദുഃഖിപ്പിക്കുന്നത് എന്ന് മനസ്സിലായാൽ ഇന്നത്തെ പ്രവൃത്തിയുടെ ഫലം നാളെ നമ്മെ സുഖിപ്പിക്കും എന്നൊരു തത്വം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യണം. ചീത്ത പ്രവൃത്തി ചെയ്താൽ ചീത്ത ഫലവും, നന്മ ചെയ്താൽ നന്മയും ഉണ്ടാകും. ചീത്തയുടെ ഫലം നന്മയാകുകയില്ല, നന്മയുടെ ഫലം ചീത്തയാകുകയില്ല എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെ ഉണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. മീമാംസകന്മാരായ ദാർശനികന്മാരുടെ അഭിപ്രായം ഈശ്വരൻ ഫലം തരണ്ട, കർമ്മത്തിന് തന്നെ ഫലം തരാനുള്ള കഴിവുണ്ടെന്നാണ്. അത്രമാത്രം കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് നാം ഈശ്വരഭജനം ചെയ്യുമ്പോൾ നമ്മുടെ മനഃശാന്തിയെ ഉദ്ദേശിച്ച് വേണം ഈശ്വരഭജനം ചെയ്യാൻ. അല്ലാതെ ഈശ്വരഭജനം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ ദൈവമേ എനിക്കത് തരണേ ഇത് തരണേ എന്ന് പറഞ്ഞു അതാ ചോദിച്ചൊന്നും ഈശ്വരൻ തന്നില്ല, ഇനി ഞാൻ ഈശ്വരനെ ഭജിക്കുകയില്ല. ശബരിമലയ്ക്ക് ഞാൻ 12 പ്രാവശ്യം പോയി. അങ്ങേതിലെ അവൻ്റെ പേരയ്ക്ക് തീ പിടിക്കണം, അവനാണ് എനിക്ക് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ടും പിടിച്ചില്ല, ഇനി ഞാൻ ഈശ്വരനെ ഭജിക്കാൻ പോവുകയില്ല. അല്ലെ എനിക്ക് ഇന്നത് വരണം, എനിക്ക് ഇത്ര രൂപയുടെ ആദായം കിട്ടണം. അതിന് കുറിച്ചിട്ടിയിലെല്ലാവരും ചേരുന്നുണ്ടല്ലോ, ഗവൺമെന്റിന്റെ ചിട്ടിയിൽ
ഞാനും ചേർന്നു മലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ആ മലയ്ക്ക് പോവുക. ഒരു കിട്ടിയാൽ 3 ലക്ഷം രൂപ ഒരു കുറി കിട്ടിയാൽ കിട്ടും. 3 ലക്ഷം എനിക്ക് വേണ്ട, എനിക്ക് 1.5 ലക്ഷം മതി. 1.5 ലക്ഷം ദൈവത്തിന് കൊടുത്തേക്കാം. ദൈവത്തിന് എന്നെ വിശ്വാസത്തിലെ പകുതി എടുത്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളും പ്രാർത്ഥനകളുമാണ് ഈശ്വരഭജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ശാന്തിയും സമാധാനവും കിട്ടും? ഈശ്വരനെ ഒരു ഉപകരണമാക്കി വെച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മുടെ സാധ്യമാണ് ഈശ്വരൻ, സാധനയല്ല. ഇപ്പോൾ 3 ലക്ഷം രൂപയുടെ കുറിയെടുത്ത് ഭഗവാൻ അങ്ങോട്ട് എൻ്റെ കുറിയെടുത്ത് ഇങ്ങനെ വെക്കണമെന്ന് ധ്യാനിച്ചാണ് ഭഗവാനെ ഭജിക്കുന്നത്. അപ്പൊ ഭഗവാനെ ഒരു ഉപകരണമാക്കി വെച്ചിട്ട് കുറിച്ചിട്ടിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. 3 ലക്ഷമാണ് ലക്ഷ്യം. തവി കൊണ്ട് സാമ്പാർ വിളമ്പുമ്പോൾ തവി ഒരു ഉപകരണം മാത്രമേ ആകുന്നുള്ളൂ, ഭോജ്യമായിട്ടുള്ളത് സാമ്പാറാണ്. ഇതുപോലെ ഈശ്വരനെ ഒരു ഉപകരണമാക്കി വെച്ചുകൊണ്ട് ലൗകികഭോഗങ്ങൾ അനുഭവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് സംതൃപ്തി ഉണ്ടാക്കില്ല. നമ്മുടെ പരമലക്ഷ്യം ഈശ്വരനായിരിക്കണം. ത്വമേവ മാതാച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദീനബന്ധു എന്നുള്ള ബുദ്ധിമൊക്കെ ഉണ്ട്. ത്വമേവ മാതാ, എൻ്റെ മാതാവ് അവിടുന്ന് തന്നെയാണ്, പിതാവും അവിടുന്ന് തന്നെയാണ്. ത്വമേവ മാതാച ത്വമേവ ബന്ധുശ്ച, എനിക്ക് ലോകത്തിൽ എന്തെങ്കിലും ഒരു ബന്ധുവുണ്ടെങ്കിൽ അതും അവിടുന്ന് തന്നെ. സഖ, എന്നെ ആപത്തിലും സമ്പത്തിലും ഒരുപോലെ വീക്ഷിക്കുന്ന സഖാവും അവിടുന്ന് തന്നെയാണ്. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, എല്ലാം അവിടുന്ന് തന്നെയാണെന്നൊരു ഭക്തൻ പ്രാർത്ഥിക്കും. നോക്കുക, ആ ഭക്തൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഭക്തന്റെ പ്രാർത്ഥനയാണ്. ത്വമേവ മാതാച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, എല്ലാം അവിടുന്ന് തന്നെയാണ്. ത്വമേവ സർവം മമ ദീനബന്ധു, എനിക്കുള്ളത് മുഴുവൻ അവിടുന്ന് തന്നെയാണ്. എന്താ, ഭാരത യുദ്ധത്തിൽ ദുര്യോധനനും അർജുനനും പോയി സഹായം നേടാനായിട്ട് അവിടെ ചെന്നു. അർജുനൻ ദുര്യോധനൻ എന്താ നേടിയത്? വൈഷ്ണവീ സേനയെ അല്ലെങ്കിൽ യാദവ സേനയാ ഭഗവാന്റെ സമ്പത്ത് വാങ്ങിച്ചു. എന്ത് വേണം ചോദിച്ചാൽ ഭഗവാന്റെ ഐശ്വര്യം, അതാണ് യാദവ സൈന്യം. അത് ഒരുപാടുണ്ട്, വലിയ ശക്തിയുള്ളതാണ്. അപ്പോ ദുര്യോധനൻ ധൈര്യത്തോടങ്ങ് പോയി. അനേക അക്ഷൗണി സൈന്യങ്ങളെ കിട്ടിയില്ലയോ, വലിയ വീരശൂരന്മാര്. അർജുനൻ എന്താ യാചിച്ചത്? ഭഗവാൻ, എനിക്ക് ഭഗവാനെ മതി, ബാക്കി ഒന്നും വേണ്ട. പക്ഷേ ഭഗവാന്റേതൊക്കെ അങ്ങ് നശിച്ചു, ഭഗവാനെ മാത്രം കിട്ടി അർജുനൻ ജയിച്ചു. ഇതുപോലെ നമുക്ക് കിട്ടേണ്ടത് ഭഗവാനെയാണ്. ആരാമമസ്യ പശ്യന്തി നൈനം പശ്യന്തി കശ്ചന എന്നൊരു ഉപനിഷത്ത് വാക്യമുണ്ട്. ആരാമമസ്യ പശ്യന്തി, ഭഗവാന്റെ ലീലകൾ ഈ മാജിക്കുകാരൻ അല്ലെങ്കിൽ പാവകളിക്കാരൻ മറഞ്ഞിരുന്ന് ചരടിങ്ങനെ വലിക്കുമ്പോൾ പാവകൾ തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്യും. ഈ ജഡമായ പാവയുടെ തുള്ളലും ചാട്ടവും ആട്ടവും ഒക്കെ കാണുന്ന അവസരത്തിൽ സ്ഥലം ചെയ്യുകയും കുടുങ്ങുകയും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ആ പാവയുടെ വകയാണെന്ന് കൊച്ചു കുട്ടികൾ വിചാരിക്കും, പാവയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ വിവരമുള്ളവർക്കറിയാം ദൂരെ നിന്ന് ചരട് വലിക്കുകയാണ്. പക്ഷേ ചരട് വലിക്കുന്നവനെ അറിയാൻ ആർക്കും ആഗ്രഹമില്ല. ആരാമമസ്യ പശ്യന്തി നൈനം പശ്യന്തി കശ്ചന. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളും അദ്ദേഹത്തിന്റെ ഈ ഉദ്യാനങ്ങളും അതും ഇതുമൊക്കെ കണ്ട് രസിക്കുന്നു. അദ്ദേഹത്തെ കണ്ട് ആരും രസിക്കുന്നില്ല. ഇതുപോലെ ഈശ്വരന്റെ ഐശ്വര്യത്തെയും ഈശ്വരന്റെ മായാവിലാസങ്ങളെയും കണ്ട് ലോകര് സുഖിക്കുകയോ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഈശ്വരനെ കാണാനും ഈശ്വരന്റെ സ്വരൂപം ഗ്രഹിക്കാനും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വേണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും ഈശ്വരനെ ഭജിക്കണം. അതാണ് അനന്യായ ഭക്തിയോടുകൂടി ഈശ്വരനെ നമ്മൾ ഭജിക്കണം. അതിനൊത്തില്ലെങ്കിൽ രാവിലെ വൈകിട്ടുമെങ്കിലും കുറച്ച് സമയം ഈശ്വരനെ ഭജിക്കണം. ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ വാസന നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇരിക്കും. ഇതിനേത് പ്രവൃത്തി കഴിയുമ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ഭജിക്കാം. അതാണ് അർജുനനോട് ഭഗവാൻ പറയും, തസ്മാ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യത. ഈശ്വരനെ ഭജിക്കാൻ എപ്പോഴും നമുക്ക് സൗകര്യമുണ്ട്. തസ്മാ സർവേഷു കാലേഷു. അല്ലയോ അർജുന,
അതുകൊണ്ട് നീ സർവേഷു കാലേഷു എപ്പോഴും മാമനുസ്മര, എന്നെ അനുസ്മരിക്കണം, എന്നെയും എൻ്റെ വൈഭവങ്ങളെയും കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഉറക്കം തൂങ്ങണമെന്നല്ല, യുദ്ധജ, നീ യുദ്ധം ചെയ്യണം. എന്ന് വെച്ചാൽ അർജുനൻ യുദ്ധക്കടത്തിൽ നിന്ന് ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ കടമ നിർവഹിക്കണം. ഇവിടെ അർജുനനോട് പറഞ്ഞേ ഉള്ളൂ, ഒരു കർഷകനോട് പറയുന്നതായ അവസരത്തിൽ, കൃഷിക്കാരൻ തൂമ്പായും എടുത്ത് കിളയ്ക്കുന്നതായ അവസരത്തിൽ ആ തൂമ്പായും കൂന്താലിയും കിളയ്ക്കുമ്പോൾ പോലും ഈശ്വരസ്മരണയോടുകൂടി വേണം അത് ചെയ്യാൻ. അത് തീർന്ന് നമ്മുടെ കർമ്മമാണ്. കർമ്മത്തിന്റെ ഫലമോ മനഃശാന്തിയും സുഖവുമാണ്. പിന്നെ ഒരു കച്ചവടക്കാരൻ കച്ചവട സാധനങ്ങളൊക്കെ എടുത്ത് തുലാധരന്റെ കഥ പത്മപുരാണം മുതലായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നല്ലതുപോലെ കച്ചവടം നടത്തുക. പക്ഷേ ആ കച്ചവടക്കാരൻ എപ്പോഴും സത്യസന്ധനായിരിക്കണം, അവന്റെ മനസ്സ് ഈശ്വരനിൽ തന്നെ ഉറച്ചിരിക്കണം. ക്ഷത്രിയൻ ബ്രാഹ്മണനും അതുപോലെ. അതുകൊണ്ട് മാമനുസ്മരയുജ്യത എന്ന് പറഞ്ഞതുപോലെ ഈശ്വര വാസന നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ ഈശ്വരനെ നമുക്ക് മറക്കാനൊക്കെ. ഇതാണ് കാര്യം. നമുക്കെങ്ങനെ മറക്കാനൊക്കും? നമ്മുടെ മുൻപിൽ കാണുന്ന ഈ പ്രപഞ്ചം തന്നെ കാണുന്ന അവസരത്തിൽ ഈശ്വരന്റെ മഹാത്മ്യമാണ്. ഈ വാഴയും തെങ്ങും ഇങ്ങനെ നമ്മൾ ദിവസവും കഴിക്കുന്ന കപ്പയുണ്ടല്ലോ, ആ കപ്പ തന്നെ എടുത്തു നോക്കാം ഈശ്വരന്റെ മഹാത്മ്യമാണ്. കാരണം ഇതൊരുത്തരും ഇതുപോലെ ഉണ്ടാക്കിയതല്ല. പിന്നെ തങ്കപ്പനായി ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റുകാർക്ക് വളമൊക്കെ ചേർത്ത് ഉള്ളതിനെ വികസിപ്പിക്കാമെന്നല്ലാതെ പുത്തനായിട്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതും ഇതും കൂടെ ചേർന്ന് മറ്റേതുപോലെ ഇരിക്കുമെന്നല്ലാതെ ഇല്ലാത്ത ഒരെണ്ണം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇത് കപ്പ അങ്ങോട്ട് കാണുന്നു, കപ്പ എടുത്ത് തൊലിയുണ്ട്, പുറത്തൊരു തൊലിയുണ്ട്, ഇതിലൊക്കെ എടുത്തു അവിടെ കീറി നല്ലപോലെ പുഴുങ്ങും. അപ്പൊ ഇതാരുണ്ടാക്കിയതാ എന്നൊന്ന് ആലോചിച്ച് നോക്കാമെങ്കിൽ അങ്ങ് ആലോചിച്ച് ചെല്ലുന്ന അവസരത്തിൽ അതിൻ്റെ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു വലിയ കർഷകനുണ്ട്. ആ കർഷകന്റെ കൈവിളയാട്ടമാണ് ഇതെന്ന് കാണുമ്പോൾ കപ്പ തിന്നുമ്പോൾ ഈശ്വരനെ ഓർക്കാതിരിക്കാൻ ഒക്കോ? അതാണ്. ഇതുപോലെ എന്ത് നമ്മൾ ചെയ്യുന്നതായ അവസരത്തിലും ഈശ്വരന്റെ മഹാത്മ്യമാണ് ആ സാധനങ്ങളൊക്കെ പറയുന്നത്. പ്രപഞ്ചം തന്നെ വേദമാണ്. അതാണ് പ്രപഞ്ചവേദികളെന്നൊരു കൂട്ടരുണ്ട്. അവർ പറയും പ്രപഞ്ചം ഈശ്വരനെ വേദിപ്പിക്കുന്നതാണ്, അറിയിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോരോ വിഷയങ്ങൾ കാണുമ്പോഴും ഒരു നല്ല താമരപ്പൂ വികസിക്കുന്ന അവസരത്തിൽ, ഒരു റോസപ്പൂ വികസിച്ച് വരുന്ന അവസരത്തിൽ ആ വികസ്വരമായിരിക്കുന്ന പുഷ്പത്തിന്റെ അകത്തു നിന്ന് വരുന്നതായ സൗന്ദര്യം, സൗരഭ്യം, ഇതെല്ലാം തന്നെ ഈശ്വരന്റെ മഹിമയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ പ്രപഞ്ചത്തിലെ ഓരോരോ ചെറിയ ചെറിയ അണുക്കളെ പരിശോധിച്ചാലും ആ അണുക്കളിലെല്ലാം ഈശ്വരമഹാത്മ്യം ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇങ്ങനെ പ്രപഞ്ച ജീവിതത്തിൽ ഈശ്വരനെ വിചാരിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം വിചാരിക്കാതിരിക്കാനാണ് പ്രയാസം. വിചാരിക്കാനുള്ള ചുറ്റുപാടുകളെല്ലാം നമ്മുടെ മുൻപിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഈശ്വരത്തേക്കുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ടായിട്ടും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് കഷ്ടം. ഇതാണ് വാസ്തവത്തിലുള്ള. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഈശ്വര ഭജനം ചെയ്യണം. നമ്മളിപ്പോൾ നാമം ജപിക്കുന്നു എന്നും ഇവിടെ പറയുന്നതാണ്. നമ്മളിപ്പോൾ നമശിവായ എന്ന് ജപിക്കുന്ന ഒരു ചെറിയ മന്ത്രമൊന്നുമല്ല. അത് രുദ്ര സൂക്തത്തിലുള്ള ഒരു മന്ത്രമാണ്. രുദ്ര സൂക്തത്തിലെ മന്ത്രമാണ് നമശിവായ എന്നുള്ളത്. അതുപോലെ തന്നെ നാരായണ, മഹാനാരായണോപനിഷത്തിലെയാണ് നാരായണായ എന്നുള്ള മന്ത്രം. അത് ബ്രഹ്മസ്വരൂപമായിട്ടും ദേവതാസ്വരൂപമായിട്ടും നമുക്ക് ഉപാസിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രം മനസ്സുകൊണ്ട് ജപിക്കുകയും ഭഗവാന്റെ ദിവ്യരൂപം, ഒന്നുകിൽ സഗുണസാകാര രൂപം അല്ലെങ്കിൽ ദിവ്യമായ സച്ചിദാനന്ദ സ്വരൂപം, അത് വിചാരം കൊണ്ടാണ്. ഏത് വിധത്തിലായാലും മനുഷ്യന് മൃഗങ്ങളെ അപേക്ഷിച്ച് ഒരു മേന്മയുള്ളത് അവന് വിവേകം ഉണ്ടാകുക എന്നുള്ളതാണ്. സത്യം അസത്യമെന്ന് തിരിച്ചറിയുക. സത്യം ഈശ്വര സ്വരൂപമാണ്. അതുകൊണ്ട് ഈശ്വര സ്വരൂപത്തെ നമ്മൾ നിത്യവും ധ്യാനിക്കണം. അതിന് കുറച്ച് സമയം നമ്മൾ വിനിയോഗിക്കണം. മറ്റ് ഒന്നിനുമല്ല, നമ്മുടെ ശാന്തിക്കും സുഖത്തിനും വേണ്ടി, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല.